ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഫോർമേഷനാണ് നോക്കുക. 2 റേ ഡയഗ്രാംസ് ആണ് കോൺവെക്സ് മിററിനുള്ളത്. ഞാൻ ഒരു ടേബിൾ വരയ്ക്കാം. കോൺകേവ് മിററിലെ പോലെ തന്നെ 4 കോളംസ് ഉണ്ട്. ഒബ്ജക്റ്റ് പൊസിഷൻ, ഇമേജ് പൊസിഷൻ, സൈസ് ഓഫ് ദ ഇമേജ് ആൻഡ് നേച്ചർ ഓഫ് ദ ഇമേജ്. അപ്പോൾ ഞാൻ ഒരു കോൺവെക്സ് മിറർ താഴോട്ട് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒബ്ജക്റ്റ് പൊസിഷൻ മാർക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ കോൺവെക്സ് മിറർ. ഇതാണ് റിഫ്ലക്റ്റീവ് സർഫസ്, ഇത് നോൺ റിഫ്ലക്റ്റീവ് സർഫസ്. പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കാം നമുക്ക്. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി നമുക്ക് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഇതാണ് പോൾ. ഇനി ഈ കോൺവെക്സ് മിററിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് റൈറ്റിലോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക. ആ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിനെ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നാണ് വിളിക്കുക. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചർ. പോളിൻ്റെയും സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും മിഡ് പോയിൻ്റ് ആയിരിക്കും ഫോക്കൽ പോയിൻ്റ് അല്ലെങ്കിൽ ഫോക്കസ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഈ ദൂരവും ഈക്വൽ ആയിരിക്കും. ഫോക്കസ് എന്ന് പറയുന്നത് പോളിൻ്റെയും സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും മിഡ് പോയിൻ്റ് ആയിരിക്കും. നിങ്ങൾ ഈ ദൂരം ഒരു 3 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ഈ ദൂരം 3 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം. ഈ ദൂരം ഒരു 10 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ഈ ദൂരം 10 സെൻറ്റിമീറ്റർ എടുക്കണം. നിങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഈ ലെങ്ത് ഈക്വൽ ആയിരിക്കണം. ഫോക്കസ് എന്ന് പറയുന്നത് പോളിൻ്റെയും സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും മിഡ് പോയിൻറ്റിലായിരിക്കണം. ഇതാണ് മിററിൻ്റെ റിഫ്ലക്റ്റീവ് സർഫസ്. അതുകൊണ്ട് ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇത് നോൺ റിഫ്ലക്റ്റീവ് സർഫസ് ആണ്, അതുകൊണ്ട് ഇത് ബാക്ക് സൈഡാണ്. ഫോക്കൽ പോയിൻറ്റും സെൻറ്റർ ഓഫ് കർവേച്ചറും കിടക്കുന്നത് മിററിൻ്റെ ബാക്ക് സൈഡിലാണ്. കോൺകേവ് മിററിനെ കമ്പയർ ചെയ്യുമ്പം ഇതാണ് കോൺവെക്സിൻ്റെ മെയിനായിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, നമുക്കിനി ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം. ഒബ്ജക്റ്റിനെ നമുക്ക് എപ്പോഴും മിററിൻ്റെ ഫ്രണ്ട് സൈഡിൽ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. കോൺകേവ് മിററിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തത്. ഇമേജ് എവിടെ വേണമെങ്കിലും കിട്ടാം. ഇമേജ് ഫ്രണ്ട് സൈഡിലും കിട്ടാം, ബാക്ക് സൈഡിലും കിട്ടാം. പക്ഷേ ഒബ്ജക്റ്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എപ്പോഴും മിററിൻ്റെ ഫ്രണ്ട് സൈഡിലായിരിക്കും. ഇപ്പോൾ 2 സ്ഥലത്ത് മാത്രമാണ് നമുക്ക് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ പറ്റുക. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മിററിൽ നിന്ന് നല്ല ദൂരെ, അതായത് ഇൻഫിനിറ്റി. ഇതാണ് ആദ്യത്തെ പോയിൻ്റ്. ഇവിടെ എഴുതാം അറ്റ് ഇൻഫിനിറ്റി. ഇനി മിററിൻ്റെ മുന്നിൽ പോയിൻറ്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. നമുക്ക് പോയിൻറ്റ്സ് ഒന്നും സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. മിററിൻ്റെ മുന്നിൽ വെക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ ഒബ്ജക്റ്റിനെ ഒന്ന് മൂവ് ചെയ്യാണ് മിററിൻ്റെ അടുത്തോട്ട്. മിററിൻ്റെ മുന്നിൽ പ്ലേസ് ചെയ്തു. ഈ ഒരു പൊസിഷനെ നമുക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ 2 പൊസിഷൻസിൽ ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് എവിടെയാണ് ഇമേജ് കിട്ടുക എന്നുള്ളത് നമുക്ക് റേ ഡയഗ്രാംസ് വരച്ചിട്ട് കണ്ടുപിടിക്കാം. ഇതാണ് എൻ്റെ കോൺവെക്സ് മിറർ. പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കാം. നമുക്കിനി പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഇതാണ് പോൾ. പോളിൽ നിന്നൊരു 4 സ്ക്വയേഴ്സ് മാറി നമുക്ക് ഫോക്കസ് മാർക്ക് ചെയ്യാം. ഫോക്കസിൽ നിന്ന് വീണ്ടും ഒരു 4 സ്ക്വയേഴ്സ് മാറി നമുക്ക് സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യാം. ഇതൊക്കെയാണ് പോയിൻറ്റ്സ്. മിററിൻ്റെ ബാക്കിലാണ് ഈ പോയിൻറ്റ്സ് ഉള്ളത്. നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കാൻ പോകുന്നത് മിററിൻ്റെ ഫ്രണ്ടിലാണ്, മിററിൽ നിന്ന് നല്ല ദൂരെ. ഇതാണ് ഒന്നാമത്തെ റേ ഡയഗ്രാം അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നത്. ഒരു വൈ ആക്സിസും കൂടെ വരയ്ക്കാം നമുക്ക്. ഇൻഫിനിറ്റിയിലിരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എല്ലാം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിരിക്കും. ഞാൻ ഒരു 4 ലൈറ്റ് റേസ് വരയ്ക്കാം. ഇൻസിഡൻറ്റ് ലൈറ്റ് റേസ് ആണ്. നാല് ലൈറ്റ് റേസ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകാൻ നോക്കാം. കോൺകേവ് മിറർ ആയിരുന്നെങ്കിൽ ഇവർ ഫോക്കസിൽ കൂടെ പോയേനെ. പക്ഷേ ഇതൊരു ഡൈവേർജിങ് മിററാണ്. അപ്പോൾ ഈ ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ സർഫസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഈ സർഫസിൽ ഒരു ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഇത് പ്രിൻസിപ്പൽ ആക്സിൽ നിന്ന് ദൂരേക്കായിരിക്കും പോവുക. ഈ ലൈറ്റ് റേസ് ഒക്കെ ഫോക്കസിൽ നിന്നും വരുന്ന ലൈറ്റ് റേൻ്റെ ഡയറക്ഷനിലായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ റിഫ്ലക്റ്റഡ് റേ ഒന്ന് വരയ്ക്കാം. ഇതാണ് ആദ്യത്തെ റിഫ്ലക്റ്റഡ് റേ. ഇനി രണ്ടാമത്തത് വരയ്ക്കാം. ഇതാണ് രണ്ടാമത്തെ റിഫ്ലക്റ്റഡ് റേ. ബാക്കി 2 ലൈറ്റ് റേസും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഒന്നുകൂടി പറയാം. ഇൻഫിനിറ്റിയിലിരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എല്ലാം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിരിക്കും. ഇതൊക്കെയാണ് റിഫ്ലക്റ്റഡ് റേസ്. ഒരു പ്രിൻസിപ്പൽ ആക്സിൽ നിന്ന് ദൂരേക്കാണ് പോവുക, ഡൈവേർജ് ചെയ്യുന്നതാണ് പോവുക. പക്ഷേ ഈ റേസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഫോക്കസിലായിരിക്കും, പ്രിൻസിപ്പൽ ഫോക്കസിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രിൻസിപ്പൽ ഫോക്കസിലൊരു ഇമേജ് ഫോം ചെയ്യും. പക്ഷേ ഇത് മിററിൻ്റെ ബാക്ക് സൈഡാണ്. അതുകൊണ്ട് ഫോം ചെയ്യുന്ന ഇമേജ് വിർച്വൽ ഇമേജ് ആയിരിക്കും. മിററിൻ്റെ പുറകിൽ ഫോം ചെയ്യുന്ന ഇമേജസ് എപ്പോഴും വിർച്വൽ ഇമേജസ് ആയിരിക്കും. ഈ ലൈറ്റ് റേസ് എല്ലാം കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മിററിൻ്റെ ബാക്ക് സൈഡിലാണ്. അതുകൊണ്ട് ഇവിടെ ആയിരിക്കും ഇമേജ് ഉണ്ടാവുക. ആ ഉണ്ടാവുന്ന ഇമേജ് വിർച്വൽ ഇമേജ് ആയിരിക്കും. നമുക്ക് ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് എഴുതാം. ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദ ഫോക്കസ്. പക്ഷെ ഓർക്കണം, കോൺവെക്സ് മിററിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് മിററിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും. ഇമേജ് എന്ന് പറയുന്നത് പോയിന്റ് സൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറയാം. അപ്രൈറ്റ് ഇമേജ് ആയിരിക്കും, കാണാൻ പറ്റില്ല നമുക്ക്, പക്ഷേ ഇതൊരു അപ്രൈറ്റ് ഇമേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. ഇനി വിർച്വൽ ഇമേജ് ആയിരിക്കും, കാരണം ഇമേജ് ഫോം ചെയ്തത് മിററിൻ്റെ പുറകുവശത്താണ്. രണ്ടാമത്തെ റേ ഡയഗ്രാം നോക്കാം. ഞാൻ ഒരു കോൺവെക്സ് മിറർ വരച്ചിട്ടുണ്ട്. പോയിന്റ്സ് മാറിക്കാം. ഇതാണ് പോള്. പോളിൽ നിന്നൊരു 4 സ്ക്വയർസ് മാറി ഫോക്കസ്. ഫോക്കസിൽ നിന്നൊരു 4 സ്ക്വയർസ് മാറി സെൻറ്റർ ഓഫ് കർവേച്ചറാണ്. ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കാൻ പോകുന്നത് മിററിൻ്റെ ഫ്രണ്ടിലാണ്. മിററിൻ്റെ ഫ്രണ്ടിൽ എവിടെ വേണമെങ്കിലും എനിക്ക് വെക്കാം, കാരണം അങ്ങനെ പോയിൻറ്റ്സ് ഒന്നുമില്ല ഫ്രണ്ട് സൈഡിൽ. ഇവിടെയാണ് ഞാൻ ഒബ്ജക്റ്റിനെ വെക്കുക. ആദ്യത്തെ ലൈറ്റ് റേനെ നമുക്ക് പാരലായിട്ട് വരയ്ക്കാം, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരയ്ക്കാം. 2 ലൈറ്റ് റേസ് വേണം മിനിമം നമുക്ക് ഇമേജ് ഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇൻസിഡൻറ്റ് ലൈറ്റ് റേ. അപ്പോൾ ഈ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് പോവും. ഈ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ലൈറ്റ് റേ ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഫോക്കസിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് റേൻ്റെ ഡയറക്ഷനിലായിരിക്കും ഈ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. അതൊന്ന് വരയ്ക്കാം നമുക്ക്. രണ്ടാമത്തെ ലൈറ്റ് റേ സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കാണ് പോകുന്നത്. മിററിൻ്റെ ബാക്കിലുള്ള സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഡയറക്ഷനിലാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ഇൻസിഡൻറ്റ് ലൈറ്റ് റേ ഇത് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഡയറക്ഷനിലാണ് പോവുക. ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് റേ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോവും. സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോകുന്ന ലൈറ്റ് റേസിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ അതേ പാത്തിൽ കൂടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഇപ്പോൾ ഈ ലൈറ്റ് റേ തിരിച്ച് ഇതേ പാത്തിൽ കൂടെ ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, ഇപ്പോൾ ഈ 2 ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് ചെയ്തത് മിററിൻ്റെ പുറകുവശത്താണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ആയിരിക്കും എൻ്റെ ഇമേജ് ഫോം ചെയ്യുക. ഇമേജ് ഫോം ചെയ്തത് പോളിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയ്ക്കായിട്ടാണ്. ഇനി ഇമേജ് ചെറിയ ഇമേജാണ്, വിർച്വൽ ഇമേജാണ്, കാരണം മിററിൻ്റെ പുറകുവശത്താണ് ഫോം ചെയ്തത്. അപ്പോൾ നമുക്ക് ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് എഴുതാം. ഇമേജ് ഈസ് ഫോം ബിറ്റ്വീൻ പോൾ ആൻഡ് ദ ഫോക്കസ്. സൈസ് എന്ന് പറയുന്നത് ഡിമിനിഷ്ഡ് ആയിരിക്കും. ഒബ്ജക്റ്റിന് ഒരു 2 സ്ക്വയേഴ്സിൻ്റെ ഹൈറ്റ് ഉണ്ട്, ഇമേജിന് 1 സ്ക്വയറിൻ്റെ ഹൈറ്റ് മാത്രമേ ഉള്ളൂ. ചെറിയൊരു ഇമേജാണ് നമുക്ക് കിട്ടിയത്, ഡിമിനിഷ്ഡ് ഇമേജ്. ഇനി അപ്രൈറ്റ് ഇമേജാണ്. പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിലാണ് ഈ 2 ലൈറ്റ് റേസ് ഇൻറ്റർസെക്റ്റ് ചെയ്തത്, അതുകൊണ്ട് ഇതൊരു അപ്രൈറ്റ് ഇമേജാണ്. ഇനി വിർച്വൽ ഇമേജാണ്, കാരണം മിററിൻ്റെ പുറകുവശത്താണ് ഫോം ചെയ്തത്. ഇതൊക്കെയാണ് ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ 2 റേ ഡയഗ്രാംസ് മാത്രമേ കോൺവെക്സ് മിററിനുള്ളൂ. ഇനി നമുക്ക് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റിനെ വെച്ചപ്പോൾ എനിക്ക് ഫോക്കസിലാണ് ഇമേജ് ഫോം ചെയ്തത്, അറ്റ് ഫോക്കസ്. മിററിൻ്റെ മുന്നിൽ ഒബ്ജക്റ്റിനെ വെച്ചപ്പോൾ ഇമേജ് ഫോം ചെയ്തത് പോളിൻ്റെ ഫോക്കസിൻ്റെ ഇടയ്ക്കാണ്, ബിറ്റ്വീൻ പി ആൻഡ് എഫ്. ഇനി സൈസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ പോയിന്റ് സൈസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. നല്ല ചെറുതായിരിക്കും. ഇനി മിററിൻ്റെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ ചെറിയൊരു ഇമേജ് ആയിരിക്കും കിട്ടുക, ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും കിട്ടുക. ഇനി നേച്ചർ എന്ന് പറയുന്നത് 2 ഇമേജസും മിററിൻ്റെ പുറകിലാണ് ഫോം ചെയ്തത്, അതുകൊണ്ട് ഒരു വിർച്വൽ ആയിരിക്കും. അതേപോലെ തന്നെ അപ്രൈറ്റ് ഇമേജും ആയിരിക്കും, വിർച്വൽ ആൻഡ് അപ്രൈറ്റ്. മിററിൻ്റെ ഫ്രണ്ടിൽ എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും നമുക്കൊരു ചെറിയ ഇമേജ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈ കോൺവെക്സ് മിററിനെ വണ്ടികളുടെയൊക്കെ റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
കൂടുതൽ ഫീൽഡ് ഓഫ് വ്യൂ കിട്ടും. നമുക്ക് ചെറിയൊരു മിററിൻ്റെ അകത്തിൽ ഒരുപാട് വെഹിക്കിൾസിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഇൻവേർട്ടഡ് ഇമേജസ് അല്ല, അപ്രൈറ്റ് ഇമേജസ് ആണ്. അപ്പോൾ നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വണ്ടിയൊക്കെ നേരെ തന്നെ കാണാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റിയർ വ്യൂ മിററിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദ അപ്പിയർ. വെഹിക്കിൾസ് കുറച്ചുകൂടെ അടുത്തായിരിക്കും, പക്ഷേ ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കോൺവെക്സ് മിററിൻ്റെ റേ ഡയഗ്രാംസ്.